മോഷൻ ഇൻ 3 ഡയമെൻഷൻസ്. സിമ്പിളായി പറഞ്ഞാൽ സ്പേസിൽ നടക്കുന്ന മോഷനാണ് 3 ഡയമെൻഷൻസ്. അപ്പോൾ ഇവിടെ 3 ഡയമെൻഷണൽ മോഷനിൽ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ എത്ര കോർഡിനേറ്റുകൾ വേണം? 3 എണ്ണം വേണം അല്ലേ? x1, y1, z1. അപ്പോൾ നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എത്ര ആക്സസ് വേണം? 3 ആക്സസ് വേണം. എക്സ്, വൈ, z. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോ ഈ മോഷൻ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുമ്പോഴാണ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര റെക്ടാങ്കുലർ കോർഡിനേറ്റുകൾ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം? 3 എണ്ണം. x1, y1, z1. അതായത് ഇപ്പോൾ ആദ്യത്തെ പൊസിഷൻ, ഇപ്പോൾ ഒറിജിൻ ഇതാണ്, ആദ്യത്തെ പൊസിഷൻ എ ആണ്, 3 ഡയമെൻഷണൽ മോഷൻ ആണ്, 3 കോർഡിനേറ്റുകൾ വേണം. അപ്പോൾ നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ഇതിന്റെ പൊസിഷൻ മാറി. പൊസിഷൻ മാറുമ്പോൾ ഈ കോർഡിനേറ്റുകൾ 3 എണ്ണവും മാറി. x2, y2, z2. 3 കോർഡിനേറ്റുകൾ വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ സ്പേസ് ഹാസ് 3 ഡയമെൻഷണൽ മോഷൻ. കറക്റ്റ് ആണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഓൾ ദ 3 റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ചേഞ്ച് വിത്ത് ടൈം. കണ്ടോ, എല്ലാ റെക്ടാങ്കുലർ കോർഡിനേറ്റുകളും സമയത്തിനനുസരിച്ച് മാറും. ഓൾ ദ 3 റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ചേഞ്ച് വിത്ത് ടൈം. In order to describe this motion, we require 3 rectangular coordinate axes. ഈ മോഷനെ സ്പെസിഫൈ ചെയ്യുവാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുവാൻ നമുക്ക് എത്ര റെക്ടാങ്കുലർ കോർഡിനേറ്റ് ആക്സസ് വേണം? എക്സ്, വൈ, ഇസഡ് എന്ന പേരിലുള്ള 3 എണ്ണം വേണം. ആ ഫിഗർ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ആ ഫിഗറിൽ സിമ്പിൾ ആണ് കാര്യങ്ങൾ. എയിൽ നിന്നും ബിയിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റുകൾ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? x1, y1, z1ൽ നിന്നും x2, y2, z2ലേക്ക് ചേഞ്ച് ചെയ്യുക. ആ ഫിഗർ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാല്ലേ, എളുപ്പമാണ്. 3 ഡയമെൻഷണൽ മോഷൻ ഈസ് ദ മോസ്റ്റ് ജനറൽ ടൈപ്പ് ഓഫ് മോഷൻ. എന്താണ് ജനറൽ ടൈപ്പ് ഓഫ് മോഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 3 ഡയമെൻഷണൽ മോഷൻ തന്നെയാണ്. അതാണ് ജനറൽ ടൈപ്പ്. കാര്യം അതിൽ നിന്നും കോർഡിനേറ്റുകളുടെ എണ്ണം കുറയുന്നതനുസരിച്ചാണ് 1 ഡയമെൻഷണൽ 2 ഡയമെൻഷനിലൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇതാണ് ദ മോസ്റ്റ് ജനറൽ ടൈപ്പ് ഓഫ് മോഷൻ വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ 3 ഡയമെൻഷണൽ മോഷൻ. എക്സാമ്പിൾ എന്താണ്? എ കൈറ്റ് ഫ്ലൈയിങ് ഓൺ എ വിൻഡി ഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് 3 ഡയമെൻഷണൽ മോഷൻ. അതായത് നല്ല കാറ്റുള്ള ഒരു അവസരത്തിൽ നിങ്ങൾ പട്ടം പറത്തുകയാണ്. അത് എന്താണ്? മോസ്റ്റ് ജനറൽ ടൈപ്പ് ഓഫ് മോഷൻ അല്ലേ? 3 ഡയമെൻഷണൽ മോഷൻ ആണ്, സ്പേസിലാണ് നടക്കുന്നത്. ഓക്കെ, അത് ഉദാഹരണമാണ്. ഇനി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ എളുപ്പത്തിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് 3 കൈൻഡ്സ് ഓഫ് മോഷൻ. മോഷൻ ഇൻ 1 ഡയമെൻഷൻസ്, മോഷൻ ഇൻ 2 ഡയമെൻഷൻസ് ആൻഡ് മോഷൻ ഇൻ 3 ഡയമെൻഷൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഒന്ന് എഴുതി വെക്കുക. എളുപ്പമാണ് ഇത്. പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്കൊന്നും ഇത്ര സിമ്പിൾ ആയിട്ടൊന്നും ചോദിക്കില്ല. എന്താണ് 3 ഡയമെൻഷൻ മോഷൻ എന്ന് ചിലപ്പോ ഇനി ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ കാര്യം, നമ്മളിപ്പോ ഒന്നും വിടാതെ പോകുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു അവസരത്തിൽ പെട്ടെന്ന് ഒന്ന് റെഫർ ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക, ഒന്ന് റീകോൾ ചെയ്യുക, എല്ലാം റീകോൾ ചെയ്യുക. ഓരോ സമയത്ത് പഠിക്കുമ്പോഴും പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ റീകോൾ ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് വളരെ നല്ലതാണ്. ഓക്കെ, ശരി. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് 2 ക്വാണ്ടിറ്റികളിലേക്ക് പോവുകയാണ്. നമ്മൾ മോഷന്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കടക്കാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ 1 ഡയമെൻഷണൽ മോഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് ഉദാഹരണം എന്നോണം നമ്മളൊരു ഫിഗർ നോക്കുന്നു. ഓക്കെ, ഇതാണ് ഒറിജിൻ. ഒരു കാറിന്റെ മോഷൻ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒറിജിനിൽ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒറിജിൻ ആകുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് 0 ആണ്, സമയം നമ്മൾ 0 ആയി എടുത്തിരിക്കുകയാണ്. അതായത് സമയം നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുകയാണ്, മെഷർ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോ ഈ കാറിന്റെ വ്യത്യസ്ത പൊസിഷനുകളാണ് ഈ പറയുന്നത്. Q എന്നുള്ള പൊസിഷനിൽ എത്തുമ്പോൾ നോക്കൂ, ഒരു യൂണിറ്റ് 40 മീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 40 + 40 80 120 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ Q എന്നുള്ള പൊസിഷൻ കാറിനുണ്ട്, P എന്നുള്ള പൊസിഷൻ ഉണ്ട്. അതുപോലെ നെഗറ്റീവ് ആക്സിസിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് മോഷൻ ആണെങ്കിൽ, സമയം ബാക്ക്വേർഡ് അല്ല, ബാക്ക്വേർഡ് മോഷൻ ആണെങ്കിൽ എന്താണ്? -40 -80 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പൊസിഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നു. എക്സാമ്പിളിന് 6. ഇനി നോക്കിക്കേ, എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ദ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ടോട്ടൽ പാത്ത് ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്, മീറ്റർ. ഓക്കെ,
അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കേസ് എടുക്കുകയാണ്. നമ്മുടെ കാറ് ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ പൊസിഷൻ പി എന്നുള്ള പൊസിഷനിൽ എത്തുന്നു. അപ്പോൾ ഇത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? പറയൂ. പി എന്നുള്ള പൊസിഷൻ ഒറിജിനിൽ നിന്നും ഇത് എത്രയാണ്? 360 മീറ്റർ. 360 മീറ്റർ ആണ് ആ കാർ എന്ത് ചെയ്തത്? കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ. എന്നാൽ അത് ഫസ്റ്റ് കേസിലാണ്. ഇനി സെക്കൻഡ് കേസിൽ ഈ കാർ നോക്കൂ, ഇവിടെ നിന്നും പുറപ്പെട്ട് പിയിലെത്തി, പിന്നെ തിരിച്ച് ക്യൂവിലെത്തി. അപ്പൊ ടോട്ടൽ പാത്ത് ലെങ്ത് എത്രയാണ്? ഇവിടെ നിന്നും O മുതൽ പി വരെ എത്തിയപ്പോ 360 മീറ്റർ. ഓക്കെ. പിന്നെ ഇത്രയും ദൂരം കൂടെ സഞ്ചരിച്ചില്ലേ? എത്ര സഞ്ചരിച്ചു? ഒരു 40. നോക്കൂ, ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ 40 മീറ്റർ ആണ്. 40 അപ്പൊ എത്ര? 120 മീറ്ററും കൂടി സഞ്ചരിച്ചു. അപ്പൊ 360 പ്ലസ് 120 ആണ് എത്ര? 480 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ ഡിസ്റ്റൻസ് എത്ര സഞ്ചരിച്ചു? ഇവിടെ നിന്നും പി വരെ പോയി, പിന്നെയാണ് ക്യൂ വരെ വന്നത്. അങ്ങനെയാണ്, അല്ലാതെ നേരിട്ട് ക്യൂ പോയതല്ല. നേരിട്ട് ക്യൂവിലാണ് പോയതെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് 240 ആയേനെ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇത് സഞ്ചരിച്ച ദൂരം, ടോട്ടൽ പാത്ത് ലെങ്ത് എത്രയാണ്? ഇവിടെ നിന്നും പി വരെ പോയി 360, പിയിൽ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പൊ എത്രയായി? പിന്നെയും 40 120. അത് കിട്ടാൻ എത്രയാണ്? ഈ പൊസിഷൻ മൈനസ് ഈ പൊസിഷൻ, അത് കിട്ടുമ്പോൾ ഇത്രയും ദൂരം കിട്ടിക്കോളൂ. എത്ര? 120. അപ്പൊ എത്ര? ടോട്ടൽ പാത്ത് ലെങ്ത് എത്രയാണ്? 480 മീറ്റർ. അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ്. അതിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഇനി നിങ്ങൾ ഫിസിക്സിൽ പരിചയപ്പെടാൻ പോകുന്ന ക്വാണ്ടിറ്റികളെ നമ്മൾ രണ്ട് രീതിയിൽ തരംതിരിക്കാറുണ്ട്. സ്കെയിലാറുകൾ എന്നും വെക്ടറുകൾ എന്നും. സ്കെയിലാർസ് ആൻഡ് വെക്ടേഴ്സ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റികൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. വെക്ടർ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. ഇവിടെ നോക്കിക്കേ, ഡിസ്റ്റൻസ് എന്നുള്ള ഈ സംഗതിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഇന്ന ദിശയിൽ പോയി എന്നില്ല. ഇപ്പൊ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, തിരിച്ചിങ്ങോട്ട് വന്നു, ദിശ മാറി, എന്നാലും ഇതിനൊരു മാറ്റവും ഇല്ല. ഇതിന് എത്ര ദൂരം ടോട്ടലായി നിങ്ങൾ സഞ്ചരിച്ചു അത് മാത്രമേ അവിടെ പ്രസക്തമായിട്ടുള്ളൂ ഡിസ്റ്റൻസിൽ. സോ ഡിസ്റ്റൻസ് ഈസ് ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്കെയിലാർ ക്വാണ്ടിറ്റി. നോക്കൂ, അതിന് മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ, നോ ഡയറക്ഷൻ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ദി ഒബ്ജക്ട്. എന്താണ്? ഇപ്പോ തുടക്കത്തിലെ പൊസിഷൻ എത്രയാണോ, അതുപോലെ അവസാനം വന്നു നിൽക്കുന്ന പൊസിഷൻ എത്രയാണോ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് അത് രണ്ടും തമ്മിലുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്ട് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പ്രത്യേക ഡയറക്ഷനിലൂടെ ഒബ്ജക്റ്റ് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ചിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതിന്റെ SI യൂണിറ്റും മീറ്റർ തന്നെയാണ്, ദൂരം തന്നെയാണത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിനൊരു പ്രത്യേക ഡയറക്ഷൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളാണ് വെക്ടർ ക്വാണ്ടിറ്റികൾ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, ബട്ട് ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇനി ഉദാഹരണത്തിലേക്ക് പോകാം. നോക്കിക്കേ, നമ്മുടെ കാറ് ഇവിടെ നിന്നും യാത്ര തുടങ്ങി പിയിലെത്തി, പിന്നെ തിരിച്ച് ക്യൂവിലെത്തി. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? ടോട്ടൽ പാത്ത് ലെങ്ത് 360 പ്ലസ് 120 480. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ? എവിടെയാണോ നിങ്ങൾ തുടങ്ങിയത്, എവിടെയാണോ നിങ്ങൾ വന്ന് നിന്നത്, അവ രണ്ടും തമ്മിലുള്ള ദൂരമാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങി ഇവിടെ എത്തി, തിരിച്ച് ഇവിടെ എത്തി. അപ്പൊ ഇതിന് പിന്നെ പ്രസക്തി ഇല്ല. നിങ്ങൾ എവിടെയാണോ അവസാനം നിൽക്കുന്നത് അതും ഒറിജിനൽ പൊസിഷനും തമ്മിലുള്ള ദൂരം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണ്? 240 മീറ്റർ ആണ്. പക്ഷെ ഡിസ്റ്റൻസ് കണ്ടോ? 480 മീറ്റർ ആണ്. വ്യത്യാസം മനസ്സിലാക്കണം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ? ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഉള്ള ചേഞ്ച് ഇൻ പൊസിഷൻ കണ്ടോ? അതാണ് ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ ഡിസ്റ്റൻസോ ടോട്ടൽ പാത്ത് ലെങ്ത്. രണ്ടിന്റെയും SI യൂണിറ്റ് മീറ്റർ ആണ്. ഡയമെൻഷൻ എത്രയാണ്? ഡയമെൻഷൻ ഈ പരിചയപ്പെടാൻ പോകുന്ന എല്ലാത്തിനും നമ്മൾ ഡയമെൻഷൻ എഴുതും, നമ്മൾ പഠിക്കും. ലെങ്ത് കണ്ടോ? ലെങ്ത്
ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയമെൻഷൻ എത്ര? ലെങ്ത് മീറ്റർ. എത്രയാണ്? മീറ്റർ. യൂണിറ്റ് മീറ്റർ ആണ്. രണ്ടിന്റെയും യൂണിറ്റ് മീറ്റർ ആണ്. രണ്ടും ദൂരങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഡിസ്റ്റൻസിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് പറയാം. എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. അതൊന്ന് എഴുതുക. ഡിസ്പ്ലേസ്മെന്റിന് പക്ഷേ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളാണ് വെക്റ്റർ ക്വാണ്ടിറ്റികൾ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. വെക്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ ഈ ക്വാണ്ടിറ്റികളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് മനസ്സിലായി, ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി. നോക്കൂ, നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്ന്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ എനി ഇന്റർവെൽ ഓഫ് ടൈം മേ ബി സീറോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞത്? ഒരു പ്രത്യേക ഇന്റർവെൽ ഓഫ് ടൈമിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകാം, പോസിറ്റീവ് ആകാം, അതുപോലെ നെഗറ്റീവും ആകാം. നോക്കിക്കേ, നമ്മൾ മുന്നേ പഠിച്ച ഉദാഹരണത്തിൽ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആയിരുന്നു, അല്ലെ 240 മീറ്റർ ആയിരുന്നു. എന്നാൽ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. നമ്മൾ ഒരു കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 40 മീറ്റർ പ്ലസ് 40 മീറ്റർ 80 മീറ്റർ. പക്ഷേ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ദൂരം എത്രയാ? ഇതായിരുന്നു ഇനിഷ്യൽ പൊസിഷൻ. തിരികെ വന്നു, ഇത് തന്നെയാണ് ഫൈനൽ പൊസിഷൻ. തമ്മിലുള്ള ദൂരം 0. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ? 0 ആയി. എന്നാൽ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവുന്ന ഒരു ഉദാഹരണമുണ്ട്, നെഗറ്റീവ് ആവുന്ന ഒരു ഉദാഹരണമുണ്ട്. ഓക്കെ, ഇനി ഈ ഇന്റർവെൽ ഓഫ് ടൈമിൽ തന്നെ അപ്പൊ മറ്റേ ഉദാഹരണം വിട്ടു കഴിഞ്ഞാൽ ഇപ്പോ എന്താണ്? ഇവിടെ നിന്നും തുടങ്ങുന്നു, ഇവിടെ എത്തി. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 40. ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാണ്? പിന്നെ തിരിച്ച് ഇവിടെ ഫൈനൽ പൊസിഷൻ ആണെന്ന് വിചാരിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര? 40. ഓക്കെ, ഇനി തിരികെ ഇവിടെ വന്നു. രണ്ടാമത്തെ കേസാണ്, രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. ഏതാണ്? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തി, പിന്നെ തിരിച്ചെത്തി. അപ്പൊ എത്രയാണ്? ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ദൂരം 0 ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആകാം. ഇനി ഇവിടെ നിന്നും യാത്ര തുടങ്ങുന്നു, ഇവിടെ എത്തി. ഓക്കെ, തിരിച്ച് ഇവിടെ എത്തി. അപ്പോ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ നിന്ന് പോയി 40, തിരികെ ഇവിടെ എത്തുമ്പോൾ പിന്നെയും 40, ഇങ്ങോട്ട് പോകുമ്പോൾ 40. അപ്പൊ മൊത്തം ഡിസ്റ്റൻസ് ആണ് ഞാൻ പറയുന്നത്. ഡിസ്റ്റൻസ് അപ്പൊ നെഗറ്റീവ് എടുക്കണ്ട. ഡിസ്റ്റൻസ് എത്രയാണ്? 40, 40, 80, 40, 120 മീറ്റർ സഞ്ചരിച്ചപ്പോ ഇവിടെ എത്തി. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0യും ഇവിടെ നിന്നും ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇവിടെ ഫൈനൽ പൊസിഷൻ ഏതാണ്? ഇതാണ്. സോ ഇറ്റ് ഈസ് -40 മീറ്റർ. ഒരു പ്രത്യേക ഡയറക്ഷൻ അവിടെ ഉണ്ട് ഡിസ്പ്ലേസ്മെന്റിന്. പക്ഷെ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് നെഗറ്റീവ് എടുക്കേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ? -40 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവും ആകാം. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്. ഇനി നോക്കിക്കേ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ഇന്റർവെൽ ഓഫ് ടൈം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഒറിജിൻ. ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ലിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നത് ഒറിജിന് ഇൻഡിപെൻഡന്റ് ആണ്. അത് നമുക്ക് ആ ഉദാഹരണത്തിലൂടെ നോക്കി ഒന്ന് പഠിക്കാം. നോക്കിക്കേ, നമ്മുടെ പാർട്ടിക്കിൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇയാളിതാ ഇവിടെയായിരുന്നു എ എന്നുള്ള ഒരു പൊസിഷൻ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ, ഇപ്പോ 1 മണിക്കൂർ നോക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇയാള് ബിയിലെത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇതായിരുന്നു ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്ന ഒറിജിനിൽ നിന്നാ. അപ്പൊ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. 120 മൈനസ് 80 എത്ര? 40 മീറ്റർ. ഇതാണ് എത്ര? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇനി ഒറിജിൻ എവിടെയായിരുന്നു? അപ്പൊ ഇവിടെ ആയിരുന്നു ഒറിജിൻ. ഇനി നിങ്ങൾ ഈ ഒറിജിനെ ഇങ്ങോട്ട് മാറ്റിതാ ഇവിടെ ആക്കുകയാണ്. അതിനെ ഓഡാഷ് എന്ന് വിളിക്കുന്നു. അതായത് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെയാണ് ഇപ്പൊ ഒറിജിൻ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ പൊസിഷൻ ഏതാ? ഇതായിരുന്നു. രണ്ടാമത്തെ പൊസിഷൻ ഏതാ? ഇതായിരുന്നു. വ്യത്യാസം എത്ര തന്നെയുള്ളൂ? ഈ പൊസിഷൻ മൈനസ് ഈ പൊസിഷൻ. വ്യത്യാസം എത്ര തന്നെ? 40 മീറ്റർ തന്നെ. അപ്പോ ഒറിജിൻ എന്താണ്? ഒറിജിന് പ്രസക്തിയില്ല. ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എത്ര തന്നെയാണ്? പിന്നെ
ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും തമ്മിലുള്ള ദൂരമാണ്. അത് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്താലും മാറുന്നില്ല. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ഇന്റർവെൽ ഓഫ് ടൈം, ഒരു പ്രത്യേക ഇന്റർവെൽ ഓഫ് ടൈം അവിടെ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. സമയം മാറുമ്പോൾ മാറും, എന്നാൽ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് ഇന്റർവെൽ ഓഫ് ടൈമിലാണ് ഇത് നടക്കുന്നതെങ്കിൽ, നോക്കൂ, സ്പെസിഫിക് ഇന്റർവെൽ ഓഫ് ടൈമിലാണ് നടക്കുന്നതെങ്കിൽ എത്ര തന്നെയാണ്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. സമയം മാറുമ്പോൾ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് മാറാം, അത് നമ്മൾ പറയുന്നില്ല. ഒരു സ്പെസിഫിക് ഇന്റർവെൽ ഓഫ് ടൈമിൽ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്താലും ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യില്ല, മാറില്ല. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് മറ്റൊരു ഉദാഹരണമുണ്ട്. നമ്മളിപ്പോ ആദ്യം ഭാഗത്തെ ഉദാഹരണം എന്തായിരുന്നു, ഇവിടെ നിന്നും പിയിലെത്തി പിന്നെ ക്യൂവിലെത്തി. ഓക്കെ, ഫസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു, 360, 120, 480. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാണ്, 240 മീറ്റർ ആണ്. കാര്യം എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ദൂരമാണ്. ഓക്കെ, അപ്പോ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് ഇങ്ങനെയും പറയാം, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ്. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് നോക്കാം. നോക്കിക്കേ, actual distance, the actual distance traveled by a particle is either equal to or greater than the magnitude of the displacement. Okay, അപ്പൊ നോക്കിക്കേ, നമ്മൾ ആദ്യത്തെ ഉദാഹരണം നോക്കുമ്പോൾ ഫസ്റ്റ് വേറൊരു ഉദാഹരണം, അപ്പൊ എന്താണ്, പുതിയൊരു ഉദാഹരണം പറയുകയാണ്. 0 മുതൽ Q വരെ സഞ്ചരിച്ചു. ഇനീഷ്യൽ പൊസിഷൻ ഇത്, പിന്നെ ഒന്നും ചെയ്തില്ല. 0 മുതൽ Q വരെ സഞ്ചരിച്ചു. ഇനീഷ്യൽ പൊസിഷൻ ഏതാണ്, 0, ഫൈനൽ പൊസിഷൻ Q. ഓക്കെ, O ആണ് ഫൈനൽ പൊസിഷൻ Q. അപ്പൊ ഡിസ്റ്റൻസ് എത്ര സഞ്ചരിച്ചു, 240 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെ, 240 മീറ്റർ തന്നെ. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാകാം അല്ലേ, തുല്യമാകാം. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാകില്ല. ഫോർ എക്സാമ്പിൾ, പിന്നെ വേറൊരു ഉദാഹരണം, ഓയിൽ നിന്ന്, നമ്മൾ ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കാം. ഓയിൽ നിന്ന് പിയിലേക്ക് എത്തി 360, തിരിച്ച് ക്യൂവിലെത്തി എത്ര, 480 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്ര, 240 മീറ്റർ. കണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാകില്ല, തുല്യമാകാം. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിന് തുല്യമാകാം, പക്ഷേ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാകില്ല. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എപ്പോഴും പിന്നെ ഡിസ്പ്ലേസ്മെന്റിനോട് തുല്യമാകാം, പക്ഷേ എന്താണ്, കൂടുതലുമാകാം, ഒരിക്കലും കുറവാകാൻ പറ്റില്ല. അടുത്തത്, the displacement of a particle between two points has a unique value. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പിന്നെ എന്താണ്, ഡിസ്പ്ലേസ്മെന്റിന് ഒറ്റ വാല്യൂ ഉണ്ടാകാൻ പാടുള്ളൂ, ഒറ്റ വാല്യൂ ഉള്ളൂ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, യുണീക്ക് വാല്യൂ ആയിരിക്കും. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഗീവ്സ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്. അപ്പോൾ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തരുന്നത് എന്താണ്, അവ രണ്ടും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് തരുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതുക, ഉദാഹരണങ്ങളിലൂടെ ഒന്ന് വായിച്ച് പഠിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പൊ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും അതുപോലെ NCERT ടെക്സ്റ്റും, NCERT ടെക്സ്റ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. NCERT ടെക്സ്റ്റിന്റെ അതേ ഓർഡറിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ NCERT ടെക്സ്റ്റ് അതേപോലെ പറയാൻ പറ്റില്ല. കാര്യം എന്താണ്, അത് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ പറയാൻ, അതിനകത്തുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് വെച്ചിട്ടാണ് പറഞ്ഞത്, കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ എന്താണെന്ന് എഴുതിയെടുക്കുക നോട്ട്. പിന്നെ NCERT ടെക്സ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. കാര്യം ഇപ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ വായിച്ചു നോക്കണം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വച്ചിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. NCERT ടെക്സ്റ്റ് ലോകോത്തര ടെക്സ്റ്റാണ്. ഒരുപാട് മഹാന്മാരുടെ പുസ്തകങ്ങൾ അധികരിച്ച് എഴുതിയ നിങ്ങളുടെ ടെക്സ്റ്റാണ്. ഓക്കെ, ഒരുപാട് നല്ല പ്രതിഭാശാലികളായിട്ടുള്ള പ്രൊഫസർമാരും എഡ്യൂക്കേഷണൽ തിങ്കേഴ്സും ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ച് എഴുതിയ ടെക്സ്റ്റാണ്. നല്ല പുസ്തകമാണ്. നിങ്ങൾക്ക് ഫിസിക്സ് ആണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് BSc ഫിസിക്സോ അല്ലെങ്കിൽ ഫിസിക്സ് ആണ് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിന് പറ്റിയ ഒരു റെഫറൻസ് ടെക്സ്റ്റ് ആണ് നമ്മുടെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറിന്റെ ടെക്സ്റ്റ് ആണ് നമ്മുടെ NCERT ടെക്സ്റ്റ്. അപ്പൊ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന്, ഇപ്പോൾ സമയമുണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് കണ്ണ് കഴിച്ചിരിക്കുമ്പോൾ ചെറുതായി ഒന്ന് മുഖം കഴുകിയിട്ട് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചായ കുടിക്കുന്ന പോലെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം.
ഓക്കെ, ശ്രമിക്കണം, വായിച്ചു നോക്കാൻ ശ്രമിക്കണം. മുഴുവൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, വായിച്ചു നോക്കാൻ ശ്രമിക്കണം. മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്, വെറുതെ വായിച്ചു നോക്കുക. ഓക്കെ, ശരി. അപ്പോ നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് നോക്കാം. നോക്കിക്കേ, ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല, അത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതിന് രണ്ടിനെയും പറ്റി തല ഉണ്ടാക്കരുത്. ഈ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്താണ് സ്കെയിലറുകൾ, എന്താണ് വെക്റ്ററുകൾ. ഓക്കെ, ഇനി ഒരു മൂവിംഗ് പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസിന് ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അതായത് വെറുതെ ഇരിക്കുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ ഡിസ്റ്റൻസ് 0 എന്ന് പറയാം. പക്ഷെ ഒരു മൂവിംഗ് പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് 0 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം അതൊരു പ്രത്യേക പാത്ത് കവർ ചെയ്ത് കഴിഞ്ഞു. പാത്ത് ലെങ്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് 0 ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുപോലെ ഒരു മൂവിംഗ് പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഓക്കെ, എന്നാൽ ഡിസ്പ്ലേസ്മെന്റിന് 0 ആകാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഡിസ്റ്റൻസിന് നെഗറ്റീവ് ആവാൻ പറ്റാത്ത കാര്യം എന്താണ്? അതിന് ഡയറക്ഷൻ ഇല്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റിന് കണ്ടോ, ഡയറക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്ന ഉദാഹരണം നമ്മൾ പറഞ്ഞതല്ലേ. അതുപോലെ പോസിറ്റീവ് ആവുന്ന ഉദാഹരണം ഒരുപാടുണ്ട്. ഇപ്പൊ ഇവിടെ തുടങ്ങി ഇവിടെ നിന്നു, പോസിറ്റീവ് തന്നെയാണ്. എന്നാൽ നെഗറ്റീവ് ആവാനും പറ്റും. ആർക്ക്? ഡിസ്പ്ലേസ്മെന്റിന്. സോ ഫോർ എ മൂവിംഗ് പാർട്ടിക്കിൾ ഒന്നുകൂടി വായിക്കുകയാണ്. Distance can never be 0 or negative, while displacement can be 0, positive or negative. Okay. അടുത്തത്, for a moving particle, distance can never decrease with time, while displacement can. കണ്ടോ, ഒരു മൂവിംഗ് പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസ് ഒരിക്കലും കുറയില്ല. കാര്യം ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. കാരണം ടോട്ടൽ പാത്ത് ലെങ്ത് ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പോയി തിരിച്ച് ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഡിസ്റ്റൻസ് ഒരിക്കലും സമയത്തിനനുസരിച്ച് കുറയില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് സമയത്തിനനുസരിച്ച് കുറയാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു പ്രധാന പോയിന്റ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. എന്താണ്? ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് ഐദർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. ബട്ട് ആക്ച്വൽ ഡിസ്റ്റൻസ്, നമ്മൾ ട്രാവൽ ചെയ്ത ആക്ച്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്ച്വൽ പാത്ത് ലെങ്ത് ഡിസ്പ്ലേസ്മെന്റിന് തുല്യമാകാം, അതുപോലെ ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലും ആകാം. പക്ഷെ ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറയില്ല. അതാണ് ദാ ഇവിടെ പറഞ്ഞത്. ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. കണ്ടോ, മാഗ്നിറ്റ്യൂഡ്, അതിന്റെ വാല്യൂ. അപ്പൊ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടാം, ഡിസ്പ്ലേസ്മെന്റിന് തുല്യമാകാം, പക്ഷേ ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറയാൻ പാടില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഡിസ്പ്ലേസ്മെന്റിനെ ഇങ്ങനെ താഴെ കൊണ്ടുവരുന്നു. ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും കൂടിയാണ്. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും റേഷ്യോയുടെ പ്രത്യേകത എന്താവാം? അത് 1 ആകാം, 1-നേക്കാൾ കൂടുതലാകാം, പക്ഷേ 1-നേക്കാൾ കുറയാൻ പാടില്ല. ഈ കണ്ടീഷൻ ശ്രദ്ധിക്കണം. 1 ആകാം, 1-നേക്കാൾ കൂടുതലാകാം. എപ്പോഴും 1-നേക്കാൾ കൂടുതലാകണമെന്ന് പറയുന്നില്ല. 1 ആകാം, 1-നേക്കാൾ കൂടുതലും ആകാം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഒന്ന് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോ മുതൽ എന്ത് ചെയ്യാം? ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. NCERT ക്വസ്റ്റ്യൻസും ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ്, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മാത്രം വെച്ചിട്ട്. ഓക്കെ, ശരി. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.